ഹലോ, വെൽക്കം ബാക്ക് ടു മിനീസ് ലൈഫ് സ്റ്റൈൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ഇന്ന് നമ്മുടെ കുഞ്ഞുമാവയ്ക്ക് ആദ്യമായിട്ട് കിട്ടുന്നൊരു ഗിഫ്റ്റാണ്. ഇത് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് മീ ആൻഡ് മമ്മ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ്. അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ 9th month ഓഫ് പ്രഗ്നൻസിയിലാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഹോസ്പിറ്റൽ ബാഗ് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. നമ്മുടെ കുഞ്ഞിന് എന്താണ് ആവശ്യമുള്ളത്, എവിടെ നിന്ന് വാങ്ങിച്ചാൽ ശരിയാവും, ഓൺലൈൻ വാങ്ങണോ ഓഫ്ലൈൻ വാങ്ങണോ. അതുപോലെ തന്നെ ചിലർ പറയാറുണ്ട് നേരത്തെ ഒന്നും മുൻകൂട്ടി വാങ്ങി വെക്കരുത്. ചിലർ പറയും എല്ലാം വാങ്ങിച്ച് നല്ല പ്രിപ്പയർഡായിട്ട് വാഷ് ചെയ്ത് വെക്കുക. അപ്പോൾ അങ്ങനെ ഭയങ്കര കൺഫ്യൂഷനാണ് എന്തൊക്കെയാണ് വാങ്ങേണ്ടതെന്നുള്ളത്. ഒരു ന്യൂ മോമിനെ സംബന്ധിച്ച് ഈ ഒരു ഫേസ് ഭയങ്കര കൺഫ്യൂഷനും ഒക്കെ ആയിരിക്കും. എന്തൊക്കെ വാങ്ങിച്ചാൽ നമ്മളുടെ കുഞ്ഞിന് അവരുടെ നീഡ്സ് എല്ലാം സാറ്റിസ്ഫൈ ആവുമെന്നുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്താണ് ഒരു ദൈവാനുഗ്രഹം പോലെ രമി ചേച്ചി നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നതും അവർ ഈ ഒരു പേജിനെ പറ്റി നമ്മൾ പറയുന്നതും. രമി ചേച്ചി മീ ആൻഡ് മമ്മയുടെ ഓണറാണ്. അപ്പോൾ ഈ ഒരു കൺഫ്യൂഷനിൽ നിന്ന് കംപ്ലീറ്റ് ഒരു സൊല്യൂഷനായിട്ട് തന്നെയാണ് ചേച്ചി വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് പുതുതായിട്ടുള്ള മമ്മാസിന് വേണ്ടിയിട്ട് അവരുടെ എല്ലാ നീഡ്സിനും, അതായത് ബേബിക്ക് ഹോസ്പിറ്റൽ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങളും ഉള്ള ഒരു കിറ്റാണ് നമുക്ക് അയച്ചു തന്നേക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു സ്ലീപ്പിംഗ് അതായത് മൊസ്കിറ്റോ നെറ്റ് ബാഗാണ് അയച്ചേക്കുന്നത്. നല്ല രസമുണ്ട്, നല്ല കളറല്ലേ. കൊള്ളാലോ. ആദ്യം തന്നെ ഒരു മൊസ്കിറ്റോ നെറ്റ് ബെഡാണ് കുഞ്ഞിന് വേണ്ടിയിട്ട്. അതിലൊരു പില്ലോവും കൂടി ഉണ്ട്. നല്ല രസമുണ്ട്, നല്ല കളറും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട്. നമുക്ക് നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഹോസ്പിറ്റലിൽ നമ്മൾ ഡെലിവറി സമയത്ത് ഹോസ്പിറ്റലിൽ ഇങ്ങനത്തെ ഒരു ബാഗ് ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. മൊസ്കിറ്റോ ഒന്നും കടിക്കാതെ കൊച്ച് സേഫായിട്ട് പ്രൊട്ടക്റ്റായിട്ട് ഇതിൻ്റെ അകത്ത് ഇരുന്നോളും. പിന്നെ ഇതുപോലത്തെ ബെഡ്സൊക്കെ നമുക്ക് പല റേഞ്ച് ഓഫ് റേറ്റിൽ കിട്ടുമെങ്കിൽ പോലും നമുക്ക് കോട്ടൺ ആയിരിക്കും നമ്മളുടെ ബേബിക്ക് എപ്പോഴും നല്ലത്. അല്ലാതെ നമ്മൾ വിലക്കുറവ് വെച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പം പോളിസ്റ്ററോ നൈലോണോ ഒക്കെ ആകുമ്പോഴത്തേക്ക് കൊച്ചിൻ്റെ സ്കിന്നിന് അത് സൂട്ടബിൾ ആയിരിക്കില്ല. പക്ഷേ ഇത് നമ്മൾ കോട്ടനാണ് ഇവർ യൂസ് ചെയ്തേക്കുന്നത്. വളരെ നല്ലൊരു മെറ്റീരിയലാണ്. ഇനി നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് നമുക്കൊരു ക്യാരിയിങ് ബാഗാണ്, ബേബി ക്യാരിയിങ് ബാഗാണ്. അപ്പോൾ നമ്മൾ വീഡിയോസിലൊക്കെ കാണാം, നമുക്ക് കുഞ്ഞുവാവുകളെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരുന്നത് ഇതിലാണ്. നല്ല രസമുണ്ട്, നല്ല കളർ കോമ്പിനേഷനും കാര്യങ്ങളൊക്കെയാണ്. രണ്ട് സൈഡും ഓപ്പൺ ആക്കി എടുക്കാം. അതുപോലെ തന്നെ ഇവിടെയും ഓപ്പൺ ആക്കിയിട്ട് നമുക്കൊരു ബ്ലാങ്കറ്റ് പോലെയും കൊച്ചിന് കിടത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് പുതിയതായിട്ട്, അതായത് ന്യൂ മോംസിനൊക്കെ എടുക്കാൻ കുറച്ച് പേടിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇതുപോലത്തെ ക്യാരി ബാഗ്സ് വളരെ ഉപകാരമായിരിക്കും. ഇനി നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് വന്നിട്ട് ഒരു മെറ്റേണിറ്റി ബാഗാണ്. അപ്പം നമുക്ക് കുറേ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സിബ്, ഒരാദ്യം തന്നെ നല്ല ഭംഗിക്ക് ഒരു കാർഡ് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. അപ്പോൾ ഇത് ഒരു ടവലാണ്, റിസീവിങ് ടവലാണെന്ന് തോന്നുന്നു. അപ്പം ഇവരുടെ പ്രോഡക്റ്റ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതെല്ലാം ഇവർ സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സാണ്. അപ്പോൾ നമുക്ക് നേരത്തെ വാഷ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. നമുക്ക് ഡയറക്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതേപോലെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ബ്ലാങ്കറ്റാണ്. ഇതൊരു കോട്ടൻ്റെ ബ്ലാങ്കറ്റാണ് വരുന്നത്. നമുക്ക് ഇതിനകത്ത് ക്യാപ്പും കൂടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ബ്ലാങ്കറ്റ് വരുന്നത്. പിന്നെ കുഞ്ഞു കുഞ്ഞു നാപ്കിൻസാണ്, നല്ല ക്യൂട്ടായിട്ടുള്ള നാപ്കിൻസാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ജബലാസ് ആണ്. കണ്ടില്ലേ, നല്ല രസമുണ്ട്. അപ്പോൾ 3 ജബലാസ് ആണ്.
പ്രിൻറ്റഡ് ആയിട്ടുള്ളതാണ് വരുന്നത്, അതായത് കെട്ടുടുപ്പ്. അതേപോലെ തന്നെ വൈറ്റിൻ്റെ 3 കെട്ടുടുപ്പാണ് വരുന്നത്. നല്ല രസമുണ്ട് കാണാൻ. നമ്മളുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് ബേബി ഗ്രൂമിങ് സെറ്റാണ്. നെയിൽ കട്ടറും അതുപോലെ തന്നെ എല്ലാം കോംബോ എല്ലാം കൂടെ അടങ്ങിയിട്ടുള്ള നല്ലൊരു ഭംഗിയുള്ളൊരു കിറ്റ്. നെക്സ്റ്റ് ഒരു പൗഡർ പഫാണ്. കണ്ടില്ലേ, നല്ല രസമുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ഒരു ഫീഡിങ് ബോട്ടിലാണ്. പിന്നെ ഇത് വന്നിട്ട് ഒരു ക്ലോത്ത് ഡൈപ്പറാണ്. നമ്മൾ നോർമൽ ഡൈപ്പേഴ്സ് യൂസ് ചെയ്യുന്നതിന് പകരം ഇങ്ങനത്തെ കോട്ടൺ ആയിട്ടുള്ള ഡൈപ്പേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ബേബിക്ക് വന്നിട്ട് പാമ്പേഴ്സ്. പിന്നെ ഇതും നമ്മളുടെ ബേബിയുടെ ടവലാണ് വരുന്നത്. നമുക്ക് അതായത് നാപ്കിൻസാണ്, കുഞ്ഞ് നാപ്കിൻസ്. ഇത് ക്യാപ്പും മിറ്റൻസും ബൂട്ടീസും എല്ലാം കൂടെ ചേരുന്ന ഒരു സെറ്റാണ്. ഇയർബഡ്സ്. പിന്നെ ഇത് വന്നിട്ട് ഡ്രൈ ഷീറ്റാണ്. നമുക്ക് കുഞ്ഞിനെ കുളിപ്പിക്കാനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഫുള്ള് ബെഡിൻ്റെ ആ ഒരു ലെങ്ത്ത് വരുന്നതാണ്. നല്ല സോഫ്റ്റാണ്, നല്ല രസമാണ് കാണാൻ. പിന്നെ ഒരു ഡ്രൈ ഷീറ്റ്. കുഞ്ഞുങ്ങളെപ്പോഴും എന്താ പറയുന്നത്, യൂറിനൊക്കെ പാസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഡ്രൈ ഷീറ്റ് വളരെ ഉപകാരപ്രദമായിരിക്കും. പിന്നെ വന്നിരിക്കുന്നത് റോംബേഴ്സാണ്. ക്യാപ്പ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള റോംബേഴ്സാണ്. ഇതും ഒരു റോംബർ തന്നെയാണ്, കണ്ടില്ലേ. പിന്നെ നെക്സ്റ്റ് ഇത് വേറൊരു ബ്ലാങ്കറ്റാണ്. കുറേ സാധനങ്ങളുണ്ടല്ലോ. നെക്സ്റ്റ് വന്നിട്ട് ഇത് എനിക്ക് വേണ്ടിയിട്ട് ഡെലിവറി ടൈമിൽ യൂസ് ചെയ്യാനുള്ള എന്താ പറയുക സാനിറ്ററി പാഡ്സാണ്. ഇത് കുഞ്ഞിൻ്റെ തന്നെ ഡ്രസ്സാണ്, കണ്ടില്ലേ, നല്ല രസമുണ്ട്. ഇത് ബിബാണ്. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഫുഡൊക്കെ കൊടുക്കുമ്പോൾ അവരുടെ മേത്ത് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ബിബ്സാണിത്. നെക്സ്റ്റ് വന്നിട്ട് നമ്മളുടെ വൈപ്സും അതുപോലെ തന്നെ ക്രീമും അതുപോലെ തന്നെ സോപ്പും കൂടെ ചേർന്നിട്ടുള്ളൊരു കിറ്റാണ്, കണ്ടില്ലേ. എല്ലാം കൂടെ എവിടെയാണ് വയ്ക്കുക, കുറേ ഉണ്ടല്ലോ. നെക്സ്റ്റ് ഒരു ബേബി ടവലാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു ടവലാണിതും, കണ്ടില്ലേ. നമുക്ക് ഇഷ്ടംപോലെ ടവലിൻ്റെ ആവശ്യം വരും ഈ ഒരു സമയത്ത്. ഇതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടവൽസാണ്, കണ്ടില്ലേ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഈ ഒരു കിറ്റിൻ്റെ അകത്ത് വരുന്നത്. ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. നമുക്ക് ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് ഉപയോഗിക്കാനുള്ള സാധനങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ റമി ചേച്ചിക്ക് ഒരുപാട് താങ്ക്സ്. സോ ഇത് വന്നിട്ട് മീ ആൻഡ് മമ്മയുടെ എക്സ്ട്രാ ലാർജ് ബേബി ബാസ്ക്കറ്റ് കിറ്റാണ്. ഇതിൻ്റെ അകത്ത് ഏകദേശം 33ഓളം ഐറ്റംസ് ആണ് വരുന്നത്. എല്ലാം പ്രീമിയം പ്രോഡക്ട്സും ആണ്. ഡെലിവറി ടൈം അടുക്കുന്ന സമയത്ത് എല്ലാവർക്കും ഭയങ്കര ടെൻഷനായിരിക്കും. അത് പ്രത്യേകിച്ച് ന്യൂ മമ്മാസിനൊക്കെ എന്താണ് വാങ്ങിക്കേണ്ടത്, എവിടെ നിന്നാണ് വാങ്ങിക്കേണ്ടത്, എന്തായിരിക്കും നമ്മളുടെ കുഞ്ഞിന് ഏറ്റവും സൂട്ടബിൾ ആവുന്നത്, ഹോസ്പിറ്റലിൽ എന്തൊക്കെ അത്യാവശ്യം വരും, അങ്ങനത്തെ കുറേ ഡൗട്ട്സും കൺഫ്യൂഷൻസും ഒക്കെ ആയിരിക്കും എല്ലാവരുടെയും മനസ്സിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ അതിനൊരു കംപ്ലീറ്റ് സൊല്യൂഷനാണിത്. പിന്നെ എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 9th മന്തിൽ ഞങ്ങളിങ്ങനെ ഓരോന്നായിട്ട് അതായത് യൂട്യൂബ് വീഡിയോസും കുറേ ഇതൊക്കെ റെഫർ ചെയ്തിട്ട് കുറേ ലിസ്റ്റൊക്കെ ഉണ്ടാക്കി കുറച്ച് ഓൺലൈനും ഓഫ്ലൈനും ഒക്കെ ആയിട്ട് പർച്ചേസ് ചെയ്യുമായിരുന്നു. അങ്ങനെ തുടങ്ങുന്ന സമയത്തായിരുന്നു മമ്മിയുടെ ഇങ്ങനെ ഒരു വീഴ്ച വരുന്നത്. അപ്പോൾ അത് എന്താ പറയുക, കുറച്ച് സങ്കടകരമായൊരു ഫേസ് ആയിരുന്നു. നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാരണം മമ്മി ഇങ്ങനെ എപ്പോഴും ഓടിച്ചാടി നടക്കുന്ന ഒരാളാണ്. പെട്ടെന്ന് കിടക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു വിഷമമായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്താ പറയുന്നത്, ഷോപ്പിലൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകാമെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് നമുക്ക് ചേച്ചി മീ ആൻഡ് മമ്മ നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതും കാര്യങ്ങളും ഒക്കെ. അപ്പം നമുക്കൊരു ദേവദൂതനെ പോലെ തന്നെയാണ് പുള്ളിക്കാരത്തി വന്നത്. നമുക്ക് ആവശ്യമുള്ള ഇനി ഒരു കൺഫ്യൂഷനും ഇല്ല, എല്ലാം സെറ്റായിട്ടുണ്ട്. ഈ ഒരു ബാഗ് അതേപോലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ മതി ഇനി. പിന്നെ വളരെ അഫോർഡബിൾ റേറ്റിലാണ് അവർ നമുക്ക് സെറ്റ് ചെയ്ത് തരുന്നത്. സോ അവരുടെ കയ്യിൽ കസ്റ്റമൈസേഷനും അവൈലബിൾ ആണ്. 1000 തൊട്ട് അവരുടെ ബാസ്ക്കറ്റ് നമുക്ക് സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. നമുക്ക് എന്താണോ ആവശ്യം അത് പറഞ്ഞ് അവർ ആ രീതിയിൽ അവർ കസ്റ്റമൈസേഷൻ
ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിത് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഓർഡർ ചെയ്യാം, നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കാം. അവരുടെ വാട്സപ്പ് നമ്പർ ഞാൻ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ് ആ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ അവരുടെ ഇൻസ്റ്റഗ്രാം പേജും ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ ഈ ഡെലിവറി അടുത്ത സമയത്ത് തന്നെ ആയിപ്പോയി മമ്മിക്കും ഇങ്ങനൊരു വീഴ്ച വന്നത്. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ വീഡിയോസിലൂടെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും പ്രയേഴ്സും ഒക്കെ കണ്ടിട്ട് ഒരുപാട് സന്തോഷം തോന്നി. ഇത്രയും ആൾക്കാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ നമ്മളുടെ അടുത്തുള്ള ആൻറ്റിമാർ, നമ്മളുടെ റിലേറ്റീവ്സ് ഒക്കെ എല്ലാവരും ഒരുപാട് സഹായിക്കുന്നുണ്ട്. പിന്നെ ഒരു മോളെ സംബന്ധിച്ച് ഡെലിവറി ടൈമിൽ അമ്മ കൂടെ ഉണ്ടാവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരിക്കും. എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ തന്നെ അമ്മമാർ കൂടെ നിൽക്കുന്നതിൻ്റെ അത്രയും വരില്ല. അപ്പം പക്ഷേ ഇങ്ങനെ ആയും പോയി. അതുകൊണ്ട് ആദ്യം നല്ല വിഷമമായിരുന്നു. പിന്നെ ആണ് അതിൽ നിന്ന് മാറി വന്നത്. ഇപ്പം കുറച്ച് അഡ്ജസ്റ്റ് ആയിട്ട് വരുന്നു. അപ്പോൾ എല്ലാവരും മമ്മിയുടെ റിക്കവറിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. മമ്മി പൂർണ്ണാധികം ശക്തമായിട്ട് തന്നെ തിരിച്ചു വരും. അതുപോലെ തന്നെ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. ഡെലിവറി അടുത്ത് വരികയാണ്. അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ കിറ്റ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അവരുടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. സോ ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഞാൻ വരെ നന്ദി, നമസ്കാരം.